ഗായ്സ് നമ്മൾ ഇപ്പോൾ എറണാകുളം സിറ്റി അറൈവ് ചെയ്ത് നമ്മുടെ കൂടെ നമ്മുടെ മെയിൻ ഷംനാദ് ഉസ്താദ് അസ്സലാമലൈക്കും. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇപ്പം എറണാകുളം മണ്ണിൽ ലാൻഡ് ചെയ്ത് ഇനി മെട്രോയിലോട്ട് ചേർക്കാൻ മെട്രോയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പം എങ്ങനെയുണ്ട് യാത്രയൊക്കെ? അടിപൊളി 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 സെറ്റിങ് കാര്യങ്ങളൊക്കെ. അപ്പം ഇനി മെട്രോയിലോട്ട് കയറണം, ടിക്കറ്റ് എടുക്കണം. ഇനി നേരെ നമ്മൾ വീഡിയോയിലോട്ട് എടുക്കാൻ വേണ്ടിയുള്ളതാണ്. ഇതിനകത്ത് കയറണോ മറ്റേനകത്ത് കയറാം ഗൈസ്. അങ്ങനെ എങ്ങനെയുണ്ട് ലൈഫൊക്കെ? അടിപൊളി അടിപൊളി അടിപൊളിയായിട്ടോ അല്ലേ? നീ മെട്രോ എത്തണം, മെട്രോ എത്തിയിട്ടോ ടിക്കറ്റ് എടുക്കണ്ട. ടിക്കറ്റ് ഇന്നത്തെ തന്നെ പേയ്മെൻറ്റ് അടിക്കും നമ്മൾ. ഓക്കെ, ടിക്കറ്റ് എടുക്കണ്ട. ടിക്കറ്റ് ഓരോരോ കണ്ടുപിടുത്ത മെട്രോക്കാരുടെയൊക്കെ അങ്ങനെ ടിക്കറ്റ് എടുത്തോട്ടെ. അവിടുത്തെ ചതിച്ച് അവിടുത്തെ ചതിച്ച് ഇവിടെ നോക്കണ്ട. അവിടുത്തെ ചതിച്ചല്ലേ? അവിടുത്തെ ചോദിച്ചു അവിടെ ക്യാഷ് മാത്രമേ എടുക്കത്തുള്ളൂ. അവിടുത്തെ ക്യാഷ് മാത്രമേ എടുക്കത്തുള്ളൂ. ഇവിടെ പണമുണ്ട്. ഇവിടെ മലയാളമാണ്. ഇവിടെയും പണമേ ഉള്ളൂ. ഇവിടെ പണമുള്ളൂ. എൻ്റെ അടുത്ത് ക്യാഷ് ഇല്ല. ഞങ്ങൾ ഓൺലൈൻ യു പി ഒള്ളി ഗൂഗിൾ പേ ചേച്ചി എടുത്ത് ചോദിക്കണം. ചേച്ചി ഒരു 2 ടിക്കറ്റ്. ഓ ഗൈസ്, അപ്പം ടിക്കറ്റ് ഒക്കെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. ഓക്കെ, ടിക്കറ്റ് ഇട്ട് ഓടി എന്നിട്ടിട്ട് ഓടിക്കാരാണ്. ട്രെയിൻ വന്ന് അങ്ങനെ മെട്രോ കാര്യങ്ങളൊക്കെ ഈ മെട്രോ ഇറങ്ങി. എന്താ പറയാനുള്ള? നമ്മളിനി ഇങ്ങോട്ടാ പോകണ്ടേ? നമ്മൾ ഓഫീസിലോട്ട് പോകും. അതിന് ഓഫീസിൽ പോയി പ്ലാനിങ് കാര്യങ്ങളൊക്കെ ചെയ്യണം. നേരെ ഓഫീസിലോട്ട്. ഭയങ്കര പാട് സ്റ്റെപ്പൊക്കെ ഭയങ്കര പാട്. അവിടെ തൊട്ടടുത്ത് നമ്മൾ ഓഫീസിന് തൊട്ടടുത്താണ് പറയുന്നത്. ഓഫീസിലോട്ട് ഇനി ചെല്ലണം. ഇത്ര നാൾക്ക് ശേഷം ആലുവയിലോട്ടൊന്ന് വരുന്നത്. ഒരു വർഷം ഉണ്ടാവും ആലുവ കണ്ടിട്ട് ഞാൻ. അത് ശരി. അങ്ങനെ ആലുവയിൽ ഞങ്ങൾ ലാൻഡ് ചെയ്തു ഗായ്സ്. ആലുവയിലെത്തി. പഴയ ആലുവ പോലെ തന്നെ ഉണ്ട് ഇപ്പോഴും. മാറ്റമൊന്നുമില്ല. എൻ്റെ ഇഫ്താർ കുഴിമന്തി കടയൊക്കെ വന്നല്ലേ പുതിയ? ഇഫ്താർ കുഴിമന്തി കടയൊക്കെ വീണ്ടും വന്നോടാ. എന്തൊക്കെയായാലും നേരെ അവിടെ പ്രൈവറ്റ് സ്റ്റാൻഡ് വഴി ചോദിച്ചേ. പ്രൈവറ്റ് സ്റ്റാൻഡ് വരെ ഇനി അവിടെ നമ്മുടെ ഓഫീസ് എവിടാ? എത്തി ഒരു 100 മീറ്റർ ഉള്ള. അതേ ഉള്ളൂ, 100 മീറ്റർ. ഓഫീസിന്റെ പേരെന്തുവാ? NHS. ഞാൻ ഇതിനു വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടി കിടുന്ന ചാലഞ്ച് ഒക്കെ നമ്മൾ പബ്ലിക്കിന് എറണാകുളം നമ്മൾ പൊളിക്കത്തില്ല. അതാ എറണാകുളം നമ്മൾ പൊളിക്കും ഗൈസ്. എറണാകുളം നമ്മൾ എടുക്കുക മൊത്തത്തിൽ എടുക്കുക എന്ന്. ഓഫീസ് കഴിഞ്ഞ നല്ല വിഷം കഴിക്കണ്ടേ? ഫുഡ് കഴിക്കല്ലേ? എന്താ വേണ്ട? നല്ല പൊറോട്ടയും നല്ല ബീഫ് റോസ്റ്റും ആയാലും. അതാ, നല്ല പൊറോട്ട നല്ല ബീഫ് റോസ്റ്റും. പിന്നെ ഇവിടെ വന്നിട്ട് സാറ് വരാനുണ്ട്. നമ്മുടെ മെയിൻ സാറ് ഞങ്ങള് സർപ്രൈസ് ആയിട്ട് എന്നെ പണ്ട് വരെ എന്നെ ഇത്ര നിലയിലെത്തിച്ച മാമാടെ ഏറ്റവും ഇളയ മാമ അൻവർ മാമ എന്തൊക്കെയാലും ഇന്ന് ഇവിടെ ലാൻഡ് ചെയ്യും. എന്തായാലും ഞങ്ങൾ ക്യാമറ കാണിക്കും. ഇന്നിവിടെ അൻവർ മാമ വരുമ്പോ ഇന്നിവിടെ ലാൻഡ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ ഓഫീസ് എത്താറേ. ഓഫീസ് എത്തട്ടെ. ഓഫീസ് എന്തെങ്കിലുമൊക്കെ പറ. ഞങ്ങള് കിടന്ന് ഉറങ്ങണം. ഞങ്ങളിവിടെ ഓഫീസിൽ പോണം. ഭയങ്കര വെയില്. സൺസ്ക്രീൻ ഒരു ഇട്ടില്ല. രാവിലെ 5:30 വിളിക്കുന്നു വരാനെന്ന് ട്രെയിൻ കയറി. എങ്കിലല്ല നീ എണീക്കത്തുള്ളൂ. 5:30 വിളിച്ചിട്ട് നീ 6 മണിക്കല്ലേ എണീക്ക്? വെയിറ്റ് ഓഫീസ് നമ്മളാ. അല്ലല്ല, പണ്ട് ആലുവയിൽ നമ്മളിവിടെ ഫ്ലാറ്റിലേക്ക് പൊളിയായിരുന്നു. നമ്മുടെ ഫ്ലാറ്റ്. ഇതിന്റെ തൊട്ടപ്പുറത്തായിരുന്നു ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ. മച്ചാന്മാരെ നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇന്ന് നമ്മുടെ ഓഫീസ്. ഏത് ഇതാ? എന്തോ ഇത് ഫ്ലാറ്റാ? റോയൽ പ്ലാസ അകത്താണ് നമ്മുടെ ഓഫീസ്. 4ാമത്തെ ഫ്ലോറിൽ. ഓ, അപ്പൊ ലിഫ്റ്റ് കയറണമല്ലോ. ലിഫ്റ്റ് ഉണ്ടോ? ലിഫ്റ്റ് സെറ്റാ. ഇവിടെ എന്തൊക്കെ കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാ കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എത്ര വർഷമാ?
ഏതാ നമുക്ക് കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്മിഷൻ എടുത്ത് കൊടുക്കുമോ? അഡ്മിഷൻ എല്ലാ കോളേജസിലും നമ്മൾ അഡ്മിഷൻ എടുത്ത് കൊടുക്കുന്നുണ്ട്. ലിഫ്റ്റ് വേഗം കയറി. അപ്പൊ എന്തായാലും ഇനി ഓഫീസ് എത്താത്ത ഓഫീസ് എത്തുമ്പോ കാണാം. ഇത് നമ്മുടെ ഓഫീസ്. അത് കണ്ട ഇതാണ് ഓഫീസ്. ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ സ്റ്റാഫൊക്കെ ഉണ്ട്. സ്റ്റാഫ് അകത്ത് കയറാം. ഓഫീസ് ദിസ് മീറ്റിംഗ് മുഹമ്മദ് അൻവർ, ഇദ്ദേഹത്തിനെ നമ്മൾ നോക്കിയിരിക്കുന്ന. അപ്പം ഇനി അൻവറൊക്കെ വരട്ടെ, അൻവറൊക്കെ വരുമ്പോഴത്തേക്ക് കാണാം. കണ്ട അൻവർ പിൻ എന്താ പറയാനുള്ളത്? ഞങ്ങള് റിച്ചായി അന്നില്ലേ ബ്ലോഗ് തുടങ്ങിയാൽ അതാ അമേരിക്ക. ഇനി ഇതെനിക്ക് അടുത്ത് കാണുന്നുണ്ട്. പാവട കിട്ടാറ് പറയുന്നില്ലേ, അല്ലാത്തപ്പോ വാലിച്ചാൽ പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും ഞങ്ങൾ ഫുഡ് കഴിക്കുന്നുണ്ട്. വീണ്ടും ഫുഡ് കഴിക്കാൻ പോവാം. പൈസ നമുക്ക് ക്രെഡിറ്റ് ആയേ ഉള്ളൂ. ഇപ്പൊ പൈസ നമുക്ക് ക്രെഡിറ്റ് ആയി. ഏതാണ് നല്ല ഏതാടാണോ ഫുഡ് കഴിക്കാൻ? നോക്കാം നമുക്ക്. അടിപൊളി ഒരു കട. എന്താ കഴിക്കാൻ പോകുന്നത്? അവിടെ ചെന്നിട്ട് തീരുമാനിക്കല്ലേ. അവിടെ ചെന്നിട്ട് എന്തുവാന്നുള്ളത് കഴിക്കും. അവിടെ ചെന്നിട്ട് എന്തുവാണുള്ളതെന്ന് കഴിക്കാം. നല്ല വിശപ്പുണ്ട്. രാവിലെ ഒന്നും കഴിച്ചില്ല. ഒരു പച്ചവെള്ളം കുടിച്ചിട്ട് ഇറങ്ങിയതാ. ഞാൻ പച്ചവെള്ളമല്ല, ഞാൻ ചായ കുടിച്ചു. രാവിലെ ഉമ്മ ഓംപ്ലേറ്റ് ഉണ്ടാക്കി. രാവിലെ ഓംപ്ലേറ്റ്, പിന്നെ ഓംപ്ലേറ്റ് പിന്നെന്തോ കട്ടൻ ചായ. അതൊക്കെ കഴിച്ചിട്ടാ വന്നു. അപ്പൊ എന്നെ 5:30 വിളിച്ചെടുത്തിട്ട് ഇല്ല, ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ. നീ വെയിറ്റ് ചെയ്യുന്നോണ്ട് ഞാൻ പെട്ടെന്ന് പോകരുത്. അടിപൊളി. ഞാനപ്പോ എന്തുവായി? ഞാനാരായി ഇപ്പൊ ഇവിടെ? നിനക്കിപ്പോ എന്തുവാന്ന് വേണ്ട, അത് നമ്മൾ മേടിച്ചു തരും. അത്രേ ഉള്ളൂ. നല്ല കാര്യം. ഒറ്റ മൈൻഡ്. ഞാൻ ഇപ്പൊ എന്തായി? ഞാൻ ഇവിടെ 5:30 ആയി. ഇപ്പൊ 5:30 എന്നെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞ് പെട്ടെന്ന് പോവാൻ. ഞാൻ കായംകുളത്തുണ്ട്, ട്രെയിൻ കയറാനുണ്ട്. ഞാൻ മര്യാദയ്ക്ക് ഇറങ്ങി. 8 മണിക്കുള്ള അടിപൊളി ട്രെയിൻ ഉണ്ട്. എന്നിട്ട് മണ്ടത്തരം കാണിച്ചു. 10 മണിക്ക് കയറാനുള്ള ഞങ്ങൾ 10:30 വന്നു. അത് മെട്രോ കയറിയിട്ട് 10 മണിക്കുള്ള 10:30 വന്നത് മെട്രോ കയറി. അത് ആലോചിച്ച് നോക്കിയ അവസ്ഥ. ആ ട്രെയിനകത്ത് കയറി ഇറങ്ങിയാൽ മതിയായിരുന്നു. അങ്ങനെ ഒരു പണ്ട് ആണ്ട. ആ ഫേസ് ഒന്ന് കാണിച്ചേ. നല്ലയാ. പരാഗ് കൂടെ ഉണ്ടോ? നമ്മുടെ കരുനാഗപ്പള്ളിയിലുണ്ട് പരാഗ് ക്ലോത്ത്. പരാഗിന്റെ ക്ലോത്ത് എറണാകുളത്തും ഉണ്ടല്ലേ. ഡെയിലി മീറ്റ് 49 രൂപ. ഡെയിലി മീറ്റ് 49 രൂപ. എല്ലാ സാധനവും 49. 49. ചോറിനൊക്കെ? ചോറൊന്നുമില്ല. ഷേക്ക്, ജ്യൂസ്, ഫലൂഡ. നമ്മളെന്ത് കഴിക്കാൻ വേണ്ടി പോന്ന? അതാണ്. നിനക്ക് എന്ത് വേണ്ട? അപ്പോ വണ്ടി ക്ലോസ് ചെയ്യട്ടെ. വ്ലോഗ് എടുത്തോണ്ട് ക്ലോസ് ചെയ്യണം. അതാണ് ഇടങ്ങേറ്. തൊപ്പി കൈയൊക്കെ നല്ല. ഇഫ്താർ കയറാം. പഴയ ഓർമ്മയിലായി വീണ്ടും നമ്മൾ ഇഫ്താറിലേക്ക്. ഇഫ്താർ കയറുന്നു. ഇഫ്താറിൽ കയറുന്നു. നല്ല വിശപ്പ്. കറി വല്ലതും ഉണ്ടോടെ? ഇഫ്താറി ആർക്കറിയാം? അള്ളാഹ്ക്കറിയാം. ഇഫ്താറി എന്തെങ്കിലും ഉണ്ടോ നോക്കണം. ഇവിടെ ബിരിയാണി അകത്തിരിക്കാം. അകത്ത് എല്ലാ ഐറ്റം ഉണ്ട്. നമുക്ക് എന്താണ് കയ്യൊന്നും അരിയോട്ടെ. കൈ പിന്നെ കുളിക്കാൻ പാ. കുളിച്ച് തരാമല്ലേ? ചോറ് കഴിച്ചാലും എന്തെങ്കിലും 11 മണി ആയല്ലോ. ചോറ് കഴിക്കാൻ കൂടില്ല. 11 മണി ആയിപ്പോ. എന്താ കഴിക്കുന്നത്? ചോറ് കഴിക്കാം. നോക്കാം. തിരിച്ച് ചോറിൽ നിന്ന് ഒരു വിട പറഞ്ഞ് പൊറോട്ടയും പിന്നെന്ത് പറഞ്ഞ ചിക്കൻ 65. പിന്നെ നമുക്ക് എന്താ അടുത്ത പ്ലാനൊക്കെ എന്ന് പറയാം. എന്തൊക്കെ പ്ലാൻ? നേരെ നമ്മൾ ഒന്നെങ്കിൽ മറൈൻ ഡ്രൈവ് അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചി പോകുന്നു. അവിടെ നിന്ന് നമ്മൾ നല്ലൊരു ഗീവ് അവേ കൊടുക്കണം. പിന്നെന്താ വേണ്ടത്? പറഞ്ഞ് ഓർഡർ എടുക്കും. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് പേർക്ക് കുറച്ച് പൈസ ഒക്കെ കൊടുക്കും. നമ്മളിവിടെ ഐഫോൺ 1 ലക്ഷം രൂപ മറിക്കും. അതിന് റിച്ച് ആയിരിക്കും നമ്മൾ. അത്രേ ഉള്ളൂ. നമ്മളിന്ന് റിച്ചായിട്ട് നമ്മൾ നടത്തുന്നത്. നമ്മളെല്ലാം വെച്ചിട്ട് വയറ് കരയുന്നു. എപ്പോഴും തള്ളക്കി വിളിക്കുന്നു. അതാ എപ്പോഴും വയറുകളൊന്നും തള്ളക്കി വിളിക്കുന്നത്. എന്തൊക്കെയാലും ഫുഡൊക്കെ നടത്താം. ഫുഡ് വരുമ്പോഴാണ്
പൊറോട്ട വന്നിട്ടുണ്ട്, പിന്നെ ഇതെന്തോ ചിക്കൻ 65. പിന്നെ ഗ്രേവി. എടുത്തോ ഒരു പൊറോട്ട ഒരൊന്നും ഇട്ടാൽ നല്ല ഗ്രേവി ഇട് കുറച്ച് മതി. സവാള ഇല്ലല്ലേ? സവാള എടുക്കാൻ പറഞ്ഞു. ഇത് ചിക്കൻ വിളമ്പി തരുക. മതി അവിടെ കഴിക്കാൻ പോകണ്ട. ആദ്യമേ നമ്മൾ പൊറോട്ട എടുക്കുക. പൊറോട്ട ഇങ്ങനെ എടുക്കുക. ഇച്ചിരി ചിക്കൻ പീസ് എടുക്കുക. ചിക്കൻ പീസ് എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട്? എടുത്തിട്ട് കഴിച്ചിട്ട് വരാം. 200 എത്രയായി? 260. അഫോർഡബിൾ റേറ്റ്. എന്താ ഏതെങ്കിലും കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ? പൊറോട്ട 14 രൂപ. എത്ര? ചിക്കൻ നുറുക്കി അതാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അതെന്താ നമ്മൾ ഓർഡർ ചെയ്തത്? 65 ആണ്. ചിക്കൻ 65 നുറുക്കിയെന്നാക്കിയത്. എന്തായാലും കൈ കേട്ടോ. അപ്പം ഇവിടെ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങി ഇനി അടുത്ത എല്ലാം തട്ടി പൊളിച്ചേക്കുന്നു. അടിപൊളി ഫുഡ് ഈ സാധനം. നല്ല കിടിലം കാണാൻ നല്ല അടിപൊളി സാധനം. എന്തായാലും ബില്ല് ആരോ നിങ്ങൾ കൊടുക്കണം ബില്ല് ഓക്കെ. ഫുഡൊക്കെ പക്ക ഇഫ്താറിലെ ഫുഡൊക്കെ പറ്റാന്ന് അയച്ചേക്കുന്നത് അതേ ആ സെയിം സാധനം തന്നെ ഇപ്പോഴും കിട്ടിയേക്കുന്നത് ഇഫ്താറിലെ ഫുഡ്. ബ്രോ ഫുഡുള്ളായിരുന്നു കേട്ടോ. ഓക്കെ അപ്പം ഇന്ന് ഐസ് കാൻഡി ഫലൂഡ ഫലൂഡ ഇപ്പോഴും ഫേമസാണ്. അപ്പോൾ ഇനിയൊന്ന് ഉറങ്ങണം. വാങ്ങും വിളിക്കുന്നു. എന്തായാലും ഇനി ഉറങ്ങിയൊക്കെ ഇന്നിച്ച് എപ്പോഴും ഇന്നിക്കുന്ന അപ്പം വരാം. ലേറ്റായി ഇന്നിച്ചപ്പം നല്ല ലേറ്റായി. നല്ല ഉറക്കം ഉറങ്ങിയില്ല നമ്മൾ നല്ലപോലെ ഒന്ന് ഉറങ്ങി. അപ്പം ഇനി ഇപ്പം നല്ല ലെങ്തി ആയിട്ടുണ്ട് വീഡിയോ. അപ്പം എന്തെങ്കിലും ഇനി അടുത്ത വീഡിയോ നമ്മൾ എറണാകുളം നാളെ പൊളിക്കും. നമ്മൾ അത്രേ ഉള്ളൂ. നമ്മൾ എറണാകുളത്ത് നാളെ പൊളിക്കും, സെറ്റ് ആക്കും. ഞാൻ ഒരാഴ്ചത്തേക്ക് ഇവിടെ ഇതാക്കി റൂമും കാര്യങ്ങളൊക്കെ ഇരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും.